ഒരു കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ കറി ആയാലോ. ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, വിനാഗിരി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും കുറച്ച് എണ്ണ മാത്രം എടുത്ത് കുറച്ചൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, സവാള, തക്കാളി, കുറച്ച് തേങ്ങ ഇത്രയും ഒന്ന് റെഡിയാക്കി വയ്ക്കുക. ഒരു പാത്രം ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഒരു അല്പം പെരിഞ്ജീരകവും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അത് വീണ്ടും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇതെല്ലാം തന്നെ ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, തക്കാളി ഇത്രയും ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. നമ്മളെന്ത് ചെയ്യുക, ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, എത്ര മുളക് പൊടി എടുക്കുന്നുവോ അതിൻ്റെ പകുതി മാത്രമേ. നമ്മളിപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഓരോരുത്തർ എരിവിനനുസരിച്ച് എടുക്കാം. 2 സ്പൂൺ എടുക്കുന്നുണ്ട് എങ്കിൽ 1 സ്പൂൺ മാത്രമേ മല്ലിപ്പൊടി ചേർക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്ര മുളക് പൊടി അതിൻ്റെ പകുതി മാത്രമേ മല്ലിപ്പൊടി ചേർക്കാവൂ. ഇതെല്ലാം തന്നെ ചെറിയ തീയിൽ ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് അതൊന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറി നന്നായിട്ട് ഇളക്കുക. ഇപ്പം നമ്മൾ കുറച്ച് മാത്രം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ചെറിയ തീയിലാണ് ചെയ്യുന്നത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ചിക്കൻ ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഓണത്തിന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ആ കറിക്ക്, നമ്മുടെ ആ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ സാധിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിക്കുക. ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് അങ്ങ് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഫുൾ ടൈം അതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചാലും കണ്ടു. ആ ചിക്കൻ്റെയും സവാള എല്ലാം കൂടെ വെള്ളം അതിൽ വന്നിട്ട് നമുക്ക് ആവശ്യത്തിലധികം വെള്ളം കിട്ടും. അതിലൊരിക്കലും വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടുകയേ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരുന്നത് കണ്ടോ. ഒന്ന് നോക്കി വന്ന് ആ ചിക്കൻ്റെ പീസിലെല്ലാം നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സുമുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവുകയാണ്. ഒരു 2 ഏലയ്ക്ക, കുറച്ച് പട്ട, ഒരു 3 ഗ്രാമ്പ്, കുറച്ച് പെരിഞ്ജീരകം ഇത്രയും ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇളക്കുക. ചെറിയ തീയിൽ ഒന്ന് ഇളക്കുക. വളരെ ചെറിയൊരു തീ മാത്രം മതിയാകും. ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇത് ചേർക്കുമ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന ചിക്കൻ